ചോതി നാളുകാർക്ക് പൊതുവെ അനുകൂല സമയമാണ്. 9-ൽ വ്യാഴം, 11-ൽ കേതു, 5-ൽ രാഹു, 6-ൽ ശനി. മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ കുറെ കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകും. കർമ്മരംഗത്ത് ഗുണകരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകൾ പലതുമുണ്ട്. ജീവിതത്തിൽ സുപ്രധാനമായ നേട്ടങ്ങൾ വന്നു ചേരാൻ സാധ്യതയുള്ള സമയമാണ് വരുന്നത്. അശ്രദ്ധയും ആലോചനക്കുറവും ഒഴിവാക്കുകയാണെങ്കിൽ വലിയ പുരോഗതി തന്നെ കൈവരിക്കാൻ പറ്റും. വിവിധ മേഖലകളിൽ സ്വന്തമായിട്ട് ജോലി ചെയ്യുന്ന ചോതി നാളുകാർക്കും അപ്രതീക്ഷിതമായി പല നേട്ടങ്ങളും കൈവരിക്കാൻ കഴിയും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കും. വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അതും സാധിക്കുന്നതാണ്. അന്യദേശങ്ങളിൽ വിവിധ മേഖലകളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് സ്ഥാനക്കയറ്റം, സാമ്പത്തിക പുരോഗതി, കൂടുതൽ സൗകര്യങ്ങൾ, പുതിയ വാസസ്ഥലം, ഇങ്ങനെ ഒട്ടേറെ ഗുണങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ള കാലഘട്ടമാണ്. പുതിയ ഗൃഹനിർമ്മാണം ആഗ്രഹിക്കുന്നവർക്ക് അധികം വൈകാതെ അത് സാധിക്കുന്നതാണ്. വസ്തുവാഹനാദികൾ വാങ്ങാനുമുള്ള അവസരമുണ്ടാകും. വിവാഹ ആലോചനകൾക്ക് വളരെ വേഗം ഫലപ്രാപ്തി വന്നു ചേരുന്നതാണ്. കുടുംബത്തിൽ സന്തോഷവും സ്വസ്ഥതയും നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സന്താനങ്ങളുടെ അഭിവൃദ്ധിയിൽ സന്തോഷം അനുഭവപ്പെടും. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല സാമ്പത്തിക പുരോഗതി കൈവരിക്കാനും നിങ്ങളുടെ ബിസിനസ്സിനെ കൂടുതൽ വിപുലീകരിക്കാനുമുള്ള അവസരം വരും. വിദ്യാർത്ഥികൾക്ക് നല്ല പഠന നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിയും. ഉപരിപഠന സാഹചര്യങ്ങളും അനുകൂലമായിരിക്കുന്നതാണ്. ജീവിതത്തിൽ സുപ്രധാനമായ വഴിത്തിരിവുകളുടെ കാലഘട്ടമാണ് വരുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബഭരദേവതാ ക്ഷേത്രങ്ങളോ കാവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടങ്ങളിലെല്ലാം തന്നെ ചൈതന്യവർദ്ധനവിനുള്ള മഹാനവശക്തി കലശം നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. നിങ്ങളുടെ ഗൃഹത്തിലാണെങ്കിൽ മഹാസുദർശന കലശം പൂജിച്ച് സ്ഥാപിക്കുന്നത് വളരെ ഗുണം ചെയ്യും. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില പരിശോധിപ്പിച്ച് ഇപ്പോഴുള്ള ദശാകാല സ്ഥിതിയൊക്കെ അനുസരിച്ച് ഏറ്റവും നല്ല പ്രതിവിധി കണ്ടെത്തി ചെയ്യുന്നതും വളരെ പുരോഗതിക്ക് കാരണമാകും.